ഹലോ. അപ്പം കത്തിയെല്ലാമായിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? നമ്മളെ റോഡിലെല്ലാം പുല്ല് നിറഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു സമയം കിട്ടുമ്പോൾ വൃത്തിയാക്കാമെന്ന് വെച്ച്. മഴയൊന്ന് ചെറുതായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ ഗാർഡേനിയ പ്ലാന്റാണ് കേട്ടോ. സർവ്വസുഗന്ധി എന്ന് പറയും. അതിൻ്റെ മുട്ടയിൽ ഇങ്ങനെ മഴ നിൽക്കാതെ മഴ ആയതുകൊണ്ടാണെന്നറിയില്ല, ഉണങ്ങിയിട്ട് അടിയൊന്ന് ഇങ്ങനെ ഒരു വാടിപ്പോകുന്നുണ്ട്. അതങ്ങനെ കൊഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പുല്ലെല്ലാം പൊരിക്കാൻ തുടങ്ങി. ഇതൊരു പടരുന്ന സൈസ് പുല്ലുണ്ട് കേട്ടോ ഇതിന് ചുറ്റും. അപ്പോൾ ഞാൻ ഈ ചുവടുന്ന് തന്നെ ഒന്ന് അതിനെല്ലാം കൊത്തി നമ്മുടെ ആ ചെടിനെ ഒന്ന് ഇതാക്കാം. ചെടിക്ക് മൊത്തം പുല്ല് ചൊറഞ്ഞ് കിടപ്പുണ്ടായിരുന്നു, ഒരു വള്ളി പോലത്തെ സംഭവം. അപ്പോൾ അതെല്ലാം ഒന്ന് പൊരിച്ച് വൃത്തിയാക്കുക. പിന്നെ ഇവിടെ മാത്രമേ എനിക്കൊരു കുറച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുള്ളൂ. നല്ല ഉറപ്പുള്ള പുല്ലല്ലോ, അപ്പോൾ അത് പൊരിക്കാൻ എനിക്ക് കുറച്ച് പാടുണ്ടായിട്ടുള്ളൂ. ബാക്കി അങ്ങോട്ടെല്ലാം നല്ല പെട്ടെന്ന് കിട്ടുന്ന പുല്ല് തന്നെയായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ ഏകദേശം അവിടെ നിന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി പിന്നെ ഇതിൻ്റെ ചില്ല ഒന്ന് വെട്ടണം എന്നുണ്ട്. എന്താ വെച്ചാൽ റോഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്നുണ്ട്. വണ്ടിയെല്ലാം പോകുമ്പം തട്ടുകയും മുട്ടുകയും ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ വെച്ചാൽ ഒന്ന് കൊമ്പ് കൊത്തി കൊടുക്കാമെന്ന്. പക്ഷേങ്കിൽ അതിൽ നിറയെ മൊട്ടുള്ളത് കൊണ്ട് എനിക്ക് കൊത്താനും സങ്കടമാവുന്നു. പിന്നെന്താ ചെയ്യുക, കൊത്താതിരിക്കാനും പറ്റില്ലല്ലോ. പിന്നെ ഞാൻ മൊട്ടില്ലാത്ത കുറേ കൊമ്പെല്ലാം നോക്കി. 2-3 കൊമ്പ് മൊട്ടില്ലാത്തത് കണ്ട്. അപ്പോൾ ഞാൻ ചെന്ന് അതൊന്ന് അടിയെന്നൊന്ന് ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെ അത് വെട്ടിയിട്ട് കളയൊന്നുമില്ല കേട്ടോ. ഞാൻ ചെന്നാൽ ആ സൈഡിൽ തന്നെ നട്ടു കൊടുക്കുക. അപ്പം പിന്നെ അത്രയും പുല്ല് കുറഞ്ഞ് കിട്ടുമല്ലോ. നമ്മളപ്പുറത്തുള്ള സൈഡിലെല്ലാം നട്ടതാണ്. അപ്പോൾ എന്താ വെച്ചതില്ലേ, മറ്റേ റോഡ് പണിയെടുക്കുമ്പോൾ താറായതാണ്. അപ്പോൾ ഇതിലെ പൈപ്പിന് വേണ്ടിയിട്ട് കുഴിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സൈഡിൽ കുറേ ചെടിയെല്ലാം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അതാ പിന്നെ ഇത്രയും പുല്ലായതും. അപ്പോൾ ഞാനിങ്ങനെ കുറച്ചെല്ലാം കൊത്തി കൊടുത്തിട്ടുണ്ട്. പക്ഷേ മനസ്സോടെ കൊത്തുന്നു കേട്ടോ. എന്താ ചെയ്യുക, റോഡിലേക്ക് ചെരിഞ്ഞാലും അതും ബുദ്ധിമുട്ടാണ്. മുട്ടുള്ളത് കൊത്താനും സങ്കടമാണ്. നമ്മൾ ഈ ചെടി വളർത്തുന്നവർക്കെല്ലാം ചെടി ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര സങ്കടമായിരിക്കും. പക്ഷേ അതങ്ങനെ നമ്മൾ വെട്ടിക്കൊടുത്താൽ വീണ്ടും നല്ല ബുഷായിട്ട് വരും. അപ്പോൾ അതാ ഞാൻ അത്രയേ കൊത്തിയിട്ടുള്ളൂ. ബാക്കി പിന്നെ നമുക്ക് നോക്കിയിട്ട് പിന്നെ ചെയ്യാമെന്ന് വെച്ച്. അങ്ങനെ ഇതാ കുറേ മൊട്ട് വീണിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കാണുമ്പോൾ സങ്കടമായിപ്പോയി. എന്നാലും പൂ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. മഴയായതുകൊണ്ട് 2-3 ദിവസം കഴിഞ്ഞാണ്ട് അതിങ്ങനെ ചീഞ്ഞ് പോയിന് പൂവെല്ലാം. ഇനി നമുക്ക് പിന്നെ ബാക്കി പുല്ല് പൊരിക്കാമെന്ന് വെച്ച്. എൻ്റെ ഗ്ലൗസ് കീറിപ്പോയി. എന്നിട്ട് പിന്നെ ഞാൻ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത്. ഇതെന്താ വെച്ചാൽ ഈ പുല്ലിന് ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു കുത്തും, കൈക്ക് ഇങ്ങനെ തറിക്കും. അത് പൊരിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. വേഗം നമുക്ക് പിന്നെ മഴയെല്ലാം നനഞ്ഞ് മണ്ണെല്ലാം നല്ല ഈർപ്പമുള്ളത് കൊണ്ട് വൃത്തിയാക്കാൻ സുഖമാണ്. പക്ഷേങ്കിൽ അതിങ്ങനെ കൈക്ക് തറക്കുന്നൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് വേഗം കിട്ടുന്നുണ്ട്. പിന്നെ അടിയിൽ ഇങ്ങനെ മണ്ണുണ്ട്, അത് ഇങ്ങനെ കുടഞ്ഞ് കളയണം. അത്രേ പണിയുള്ളൂ. വേഗം പെട്ടെന്ന് തന്നെ ആവും. പിന്നെ ഈ ഒരു സംഭവം നമ്മളെല്ലാ സമയം വൃത്തിയാക്കുമ്പോഴും ഇത് വെട്ടും, പിന്നെയും ഒരാഴ്ച ആകുമ്പോഴേക്ക് വീണ്ടും അത് വരും. ഇതന്നെ പണി, കൊത്തുക, ഇതാക്കുക, കൊത്തുക, പിന്നെയും വളരുക. ഇനിയിപ്പം ഞാനിവിടെ വൃത്തിയാക്കി ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും ആ ചെടി ഇങ്ങനെ വളർന്നോളും. ഇത് നമ്മൾ ഇങ്ങനെ വൃത്തിയാക്കാത്ത സമയത്ത് എല്ലാതെയും കൊത്തിക്കളയലുണ്ട് കേട്ടോ. എന്നാലും അതങ്ങനെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതാ നമ്മൾ വെറുതെ പുല്ല് പൊരിച്ച് പോയാൽ അതിലൊരു സുഖമില്ലല്ലോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാം അടിച്ച് വാരി കൊടുത്ത് പിന്നെ അടിച്ച് വാരുമ്പം ബാക്കിയുള്ള ഇങ്ങനെ ചെറിയ പുല്ലെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് തെളിഞ്ഞ് കാണുമല്ലോ. അപ്പോൾ അങ്ങനെ അതെല്ലാം ഞാൻ അടിച്ച് വൃത്തിയാക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതെല്ലാം എന്തിനാ ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നത്? വേറൊന്നുമല്ല, നമ്മൾ ഈ ചെയ്യുന്ന കണ്ടിട്ട് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു എന്നാൽ നമ്മുടെ റോഡും വൃത്തിയാക്കാമെന്നുള്ളൊരു ചിന്ത വന്നാൽ അതൊരു നല്ല കാര്യമല്ലേ. എല്ലാവരും അല്ല, എന്നാലും ചില ആൾക്കാരൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെ റോഡ് സൈഡിലെല്ലാം പുല്ലെല്ലാം പിടിച്ചിട്ട്. അപ്പോൾ അവർ വിചാരിക്കും നമ്മുടെ റോഡും ഇങ്ങനെ വൃത്തിയാക്കുക. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. പിന്നെ ഞാൻ മാത്രമൊന്നുമല്ല, ഈ റോഡിൽ നമ്മളെല്ലാവരും വൃത്തിയാക്കലുണ്ട്. എൻ്റെ അപ്പുറത്തെ അയൽവാസികളെല്ലാവരും അവരിപ്പോൾ അപ്പുറത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അവരൊന്നും വീഡിയോയിൽ എടുത്തില്ല എന്നേ ഉള്ളൂ. അതിൽ തന്നെ മിക്കവരും ജോലിക്ക് പോകുന്നവരാണ്. അപ്പോൾ എല്ലാവരും ഫ്രീ കിട്ടുന്ന സമയത്തെല്ലാം ഇങ്ങനെ വൃത്തിയാക്കുക. പിന്നെ ഒന്നിച്ച് വൃത്തിയാക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. അയൽവാസികളായാലും ഇപ്പം പണ്ടത്തെ പോലെ നിന്ന് കഥ പറയാനൊന്നും സമയമില്ലല്ലോ. അപ്പോൾ ഇതുണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്തെ ഒരു ഹരിയേട്ടനുണ്ട്. ഏട്ടൻ പോയപ്പോഴാണ് പറഞ്ഞത്, ഇത് പണ്ടുള്ളവർ പാത്രം കഴുകാൻ ഉപയോഗിക്കും അത്ര ഈ ഇല. നല്ല ഇങ്ങനെ ഒന്നാണ് അതിൻ്റെ ഉൾഭാഗം ഒരു ഇങ്ങനെ സൂചി പോലെ ഇങ്ങനെ ഒരു കുത്തുന്നതാണ്, നമ്മളൊരു സ്ക്രബ്ബർ പോലെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് ഇങ്ങനെ പാത്രങ്ങൾ കഴുകുന്നതെന്ന് പറയുക.
അപ്പം എനിക്കൊരു പുതിയ അറിവാണ് കേട്ടോ, ഞാൻ ഇതുവരെ കേട്ടില്ല. അന്നേരം ഞാൻ വെച്ചാൽ കൊത്താൻ മുന്നേ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന്. പിന്നെ ഇപ്പം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പം ഞാനിത് ഇപ്പം നേരെ അപ്പുറത്തെ പറമ്പിലേക്ക് ഇടുന്നുണ്ട്. എന്ന് വെച്ച് നിങ്ങൾ ആരും കമൻറ്റ് ചെയ്യണ്ട, അതൊരു ഒഴിഞ്ഞ പറമ്പാണ് കേട്ടോ, വിൽക്കാൻ വെച്ച പറമ്പാണ്. പിന്നെ പുല്ലാന്നല്ലോ ഇടുന്നത്, അപ്പം അത് പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ, അവിടെ ചീഞ്ഞ് വളമായിക്കോളും. അങ്ങനെ ഇതാ എല്ലാം വൃത്തിയാക്കി വന്ന സമയത്താണ് നമ്മുടെ ഈ ചെടിയിൽ ഒരു ആഫ്രിക്കൻ ഒച്ച്. ഈ ആഫ്രിക്കൻ ഒച്ചിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോയിൽ ഞാൻ ഇതിനെ നശിപ്പിക്കുന്നതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റോഡ് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിലെല്ലാം അവർ അടിച്ച് വാരുന്നുണ്ട്, അടിച്ച് കൂട്ടിയിട്ടിട്ടുണ്ട്. ഞാനിനി ലാസ്റ്റ് നമ്മൾ ഈ ചെടി നേരത്തെ വെട്ടിയ ചെടി ഉണ്ടല്ലോ, അതവിടെ നട്ടു കൊടുക്കാമെന്ന് വെച്ച്. അപ്പോൾ അത് ഈ മഴയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേര് പിടിക്കുമല്ലോ. അങ്ങനെ 2-3 തണ്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം ചെറിയ നേരിയ തണ്ടാണ്. അപ്പോൾ അത് നന്നായില്ലെങ്കിലോ വെച്ച് ബാക്കിയുള്ള സ്ഥലത്തിന് വേറെ എന്തെങ്കിലും പ്ലാന്റ് നടണം. അപ്പം ഇപ്പം കാണാൻ നല്ലൊരു സുഖമില്ലേ. ഇതാ ഇങ്ങനെ ഉണ്ടായ റോഡ് സൈഡാണ് നമ്മൾ വൃത്തിയാക്കിയിട്ട് ഇപ്പം ഇതാ ഇങ്ങനെ ആയത്. അപ്പോൾ ഈ റോഡ് ഇതാ നേരെ താഴെ എത്തിയാൽ അവിടെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ ഈ പ്രായമായവരെല്ലാം ഇതിലേ പോകുന്നതാണ്. അപ്പോൾ ഈ പുല്ലെല്ലാം ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടല്ല. അപ്പോൾ നമ്മളിങ്ങനെ സൈഡെല്ലാം വൃത്തിയാക്കി കൊടുത്താൽ അവർക്ക് നടന്നു പോകുമ്പോൾ ഒരു നല്ല മനസ്സിനൊരു സുഖമല്ലേ. അപ്പോൾ ഇതുവരെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് അപ്പുറത്തെ വീട്ടിലവർ വൃത്തിയാക്കി, ഇപ്പുറത്തെ ഭാഗം ഇതാ ആ വീട്ടിൽ കാണുന്ന ചേച്ചി അടിച്ചു വാരി എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പം അങ്ങനെ അധികം പുല്ലുണ്ടായിട്ടില്ല. അവർ ഇതിനെ നേരത്തെ മഴക്ക് മുന്നേ എല്ലാം ചെത്തി വൃത്തിയാക്കിയത് കൊണ്ട് ഇല വീണിട്ടുണ്ട്. അപ്പോൾ അതവരടിച്ചു വാരി. അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബായ്.